ഒന്ന് ചുറ്റിക്കുക. അയ്യോ, നല്ല അടിപൊളി മൊരിഞ്ഞ അപ്പം. ദാ അതിൻ്റെ സൗണ്ട് കേട്ടോ നിങ്ങൾ. ഞാൻ ഇത് ഉണ്ടാക്കാൻ എങ്ങനെയാന്ന് നിങ്ങളെ കൂടി കാണിച്ചു തരട്ടെ. ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇത് നിസ്സാര പരിപാടിയുള്ളൂ. അരി അരച്ച് തലേദിവസം വയ്ക്കുക. ദാ ഇതുപോലൊരു സ്കൂപ്പ് എടുക്കുക. മേക്ക് ഷുവർ ഇതൊന്ന് ഹീറ്റ് ചെയ്ത് വെക്കണമല്ലോ, പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് ജസ്റ്റ് ഒരു സ്കൂപ്പ് ഇങ്ങനെ ഒഴിക്കുക. അതിനുശേഷം നമ്മുടെ പഴയ ടെക്നോളജി ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിക്കുക. അയ്യോ പോയിടി. അതെ, പണ്ടത്തെ പോലെ തന്നെ ഒരു സ്കൂപ്പോടെ എടുക്കുക. ദാ എന്നിട്ട് ദാ ഇതുപോലെ അങ്ങോട്ട് ഒഴിക്കുക. വളരെ സാവധാനം വേണം കേട്ടോ ഒഴിക്കുക. എന്നിട്ട് നമ്മുടെ പണ്ടത്തെ ടെക്നോളജി ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് കറക്കുക. I think something is wrong. No, something's wrong with the fan. അന്നായിട്ടിരിക്കോ? ഇത് ഭയങ്കര ഈസിയാണ് ഈ അപ്പം ഉണ്ടാക്കലേ. ഒരു സ്കൂപ്പ് ഇതിങ്ങനെ എങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഇതിൻ്റെ നടുക്കി കൂടെ അങ്ങ് ഒഴിക്കുക. എന്നിട്ട് ഇത് മാറ്റി വെച്ചിട്ട് നമ്മൾ അടുത്തേക്ക് വന്നിട്ട് പതുക്കെ ഒന്ന് റൗണ്ട് ചെയ്യിക്കുക. ദാ ഇതുപോലെ. ചെറിയൊരു ഷോൾഡർ എക്സസൈസ് ഒക്കെ ആവും. എന്നിട്ട് നമ്മൾ ഇവിടെ വയ്ക്കുക. ഒരു 1.5 മിനിറ്റ് ഒന്ന് മൂടി അങ്ങ് വെച്ചാണല്ലോ, 1.5 മിനിറ്റ് കഴിഞ്ഞിട്ട് റെഡിയാവും. കുറേ അപ്പങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ ഇതുപോലെ കുറച്ച് സാധനങ്ങൾ മാറ്റി വയ്ക്കുക. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ അപ്പങ്ങളൊക്കെ ഉണ്ടാക്കി കഴിയാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഏറെക്കുറെ ആയിട്ടോ, ഏറെക്കുറെ 1.5 മിനിറ്റ് ആയിട്ടോ. നമ്മൾ എടുക്കുക. ഓ അടിപൊളി, ഒന്നും പറയണ്ട, സൂപ്പറായിട്ട് സംഭവം. ദാ ഇതുപോലെ ചൂടോടുകൂടി ഇതെങ്ങോട്ട് ഒഴിക്കുക. പരിപാടി തീർന്നു. അതിനുശേഷം ഞാൻ ഇത് എങ്ങനെയാണ് കഴിക്കണേന്നും കൂടി നിങ്ങളിന്ന് കാണിച്ചു തരാം കേട്ടോ. സാധാരണ നമ്മൾ ഈ അപ്പത്തിൻ്റെ കൂടെ ഗുഡ് കോംബോ എന്ന് പറഞ്ഞാണ്ടല്ലോ, നമ്മുടെ ഒരു ആടിൻ്റെ സ്റ്റൂ ആണ് എനിക്കിഷ്ടം കേട്ടോ. ഇങ്ങനെ ചെറിയ കുറച്ച് 2 പീസൊക്കെ ആയിട്ട് ഈ സൈഡിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നിങ്ങൾ ആരും സാധാരണ കാണാത്തൊരു കോംബോ കൂടി ഞാൻ സാധാരണ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ദാ ഒരു പപ്പടം കൂടി എടുക്കുക. ഇത് ഈ സൈഡിൽ വയ്ക്കുക. ഇതുപോലെ ചെറിയൊരു പീസ്. ഇങ്ങനത്തെ ഒരു സൗണ്ട് കേൾക്കണ്ടോന്ന് നോക്കണം കേട്ടോ. കണ്ടോ, ഈ സൗണ്ട് കേൾക്കേണ്ടി നല്ല ക്വാളിറ്റി സാധനമാണ്. ഇതിങ്ങനെ ഡിപ്പ് ചെയ്യുക. ഒരു ചെറിയ ആടിൻ്റെ ഒരു ചെറിയ മീറ്റ് എടുക്കുക. ഒരു കുഞ്ഞു പപ്പടത്തിൻ്റെ സൈഡിൽ കൂടി ഒടിച്ച് നമ്മളിങ്ങനെ വെക്കുക. എന്നിട്ട് എല്ലാം കൂടി ചേർത്തിട്ടുണ്ടല്ലോ, മാൻ ഇറ്റ്സ് സോ യമ്മി. ഹാവ് എ നൈസ് ഡേ ഗൈസ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ ട്രൈ ചെയ്യണം കേട്ടോ. അതായത് അപ്പം, ഗോഡ് സ്റ്റൂ +1 പപ്പടം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ ഗൈസ്.